ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒന്ന് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി, അതായത് ഞാനും എൻ്റെ ചേട്ടായിയും എൻ്റെ കുഞ്ഞു മക്കളും അടങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ചായ വെക്കലാട്ടോ. പിന്നെ ചോറ് വെച്ചു, അത് കുക്കറിലാട്ടോ വെക്കുന്നത്, വേഗം റെഡി ആവാനായിട്ട്. പിന്നെ രാവിലത്തേക്കുള്ള കറിയെല്ലാം ഉച്ചയ്ക്ക് ചേട്ടായിക്ക് ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് അതിനുള്ള പരിപാടിയെല്ലാം ചെയ്തു. ഇന്നലെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മാവ് രാവിലെ ആയപ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചു. അപ്പം ഒരടുപ്പിൽ ഞാൻ അപ്പം ചുടുവാണ്. അങ്ങനെ ഓരോ അടുപ്പിലായിട്ട് ഓരോ പരിപാടികൾ ഒരുമിച്ചാട്ടോ ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ടൈമിലെല്ലാം റെഡിയായി കിട്ടത്തില്ല. നല്ല സോഫ്റ്റായിട്ട് അടിപൊളി അപ്പം റെഡിയായി വന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ ഗൈസ്? ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, പോർക്കാണ്. അപ്പോൾ ചേട്ടായിക്ക് പോർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ചേട്ടായി ഇന്നലെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു. അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ച് രാത്രിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കുമായിരുന്നു രാവിലെ. പിന്നെ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് വരും. നമ്മുടെ രാവിലെ വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ അതിഥികൾ. അതായത് കുറേ കാക്കക്കൂട്ടം ഉണ്ട് കേട്ടോ. രാവിലെ വരും, രാവിലെ വന്ന് വിളിയോ എന്നിട്ട് ചോറൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് വരെ നോക്കിയിരിക്കും. ഇത് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയാട്ടോ. കുറിഞ്ഞിപ്പൂച്ചയ്ക്കും ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അവൾ ആദ്യത്തെ അപ്പത്തിന് അവൾ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഞാൻ ഓർത്തത് കാക്കയ്ക്കൊന്നും കൊടുത്തില്ലല്ലോ, അവരാകെപ്പാടെ ശല്യം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്തു പോയി അപ്പത്തിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അവിടെ എല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു. പതിയെ പറന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കളയിലെ പണികൾ തീരാത്തത് കൊണ്ട് ചേട്ടായിക്ക് നേരത്തെ പോകണമല്ലോ, അപ്പത്തേനും എല്ലാം റെഡി ആവണ്ടേന്നൊക്കെ ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് പോയേ. ഇതാ നമ്മുടെ അടുത്ത ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, ചിക്കനാണ് ഗൈസ്. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും പോർക്കും ചിക്കനും എല്ലാം കൂടെ എന്താന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായി പോർക്ക് കഴിക്കും, പക്ഷെ ഞാൻ പോർക്ക് കഴിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ചിക്കൻ മേടിച്ച് തന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് മേടിച്ച് തരും. അപ്പോൾ ഇവിടെ മേടിക്കുമ്പോൾ അങ്ങനെയാട്ടോ മേടിക്കാറ്. അങ്ങനെ നമ്മുടെ കാക്കക്കൂട്ടം താഴെ ഇറങ്ങി വരുന്നുണ്ട് കഴിക്കാനായിട്ട്. അവരിടയ്ക്കിടയ്ക്ക് അവിടെ വന്നിരുന്ന് എന്നെ ശല്യം ചെയ്യും, വിളിയാണ്. ശരിക്കും ഡെയിലി ആയിട്ട് ഇവരെ കണ്ട് എനിക്ക് ആകെപ്പാട് നല്ല പരിചയമായി ഇവരോട്. ഇത് കണ്ടില്ലേ, ഷീറ്റിൻ്റെ മുകളിൽ ഒരാൾ വന്നിരുന്നിട്ട് വാലിട്ട് ആട്ടിക്കൊണ്ടേയിരിക്കുക. ഒരാൾ വന്നിരുന്നാൽ മതി. ഒരാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേനും എല്ലാവരെയും വിളിച്ചു വരുത്തും. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ കാക്കയുണ്ടെന്ന് തോന്നുന്നു, അതുപോലെ കാക്കകൾ വന്ന് അവിടെ എല്ലാം ഇരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ തോരനുള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാണ്. നമ്മുടെ കടുക്